ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി പൊറോട്ടയുടെ റെസിപ്പി ആയാലോ? നമ്മുടെ ഈ ആലു പൊറോട്ടയിൽ നമ്മൾ പല രീതിയിൽ പല വെജിറ്റബിൾസ് വെച്ചിട്ട് ഈ ആലു പൊറോട്ട ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ ഹെൽത്തി ആലു പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിയാവോ ഇല്ല എന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഓയിൽ, ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം കൈ വെച്ച് നമ്മളിങ്ങനെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടൊക്കെ ഒരുപാട് സ്റ്റൈലിൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ആലു പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറെ തന്നെ ഒരു ടേസ്റ്റ്. എല്ലാ വെജിറ്റബിൾസും, എന്ത് വെജിറ്റബിൾസ് ആയാലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് 2-3 ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കും ഭയങ്കര ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഓയിലും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് അതിന് മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 10, നമ്മുടെ ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കുഞ്ഞി പച്ചമുളക് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ആ ഒരു റോ മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പകുതി ക്യാരറ്റ് ഒന്നിങ്ങനെ ചിരണ്ടിയെടുത്തതും പിന്നെ അതുപോലെ തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാവ് എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വേണം കേട്ടോ ഈ വെജിറ്റബിൾസൊക്കെ എടുക്കാനായിട്ട്. അതല്ലാതെ വേറെ വല്ല വെജിറ്റബിൾസും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ നന്നായിട്ട് കുക്കാവൊന്നും വേണ്ട. അപ്പം നമ്മൾ 1 മിനിറ്റിന് താഴെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ആ ഒരു പൊടി എല്ലാത്തിലും ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കറിവേപ്പിലയും ഇച്ചിരി മല്ലിയില ഉണ്ടല്ലോ, കൊറിയണ്ടർ ലീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നിങ്ങനെ കൈവച്ച് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വേറെ പൊടി എന്ന് പറയുന്നത് നമ്മൾ ഗരം മസാലയുടെ പൊടി മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം, അതായത് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒന്ന് അടച്ചു വെക്കുക. നന്നായിട്ട് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നമ്മൾ ഇളക്കുന്ന സ്പൂൺ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് അടച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കുക. ഇച്ചിരി ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു അത്യാവശ്യ വലുപ്പത്തിലുള്ള ബൗൾസ് ആക്കാം. ഈ ആലു പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ 2-3 രീതിയിലാക്കും. നമ്മളൊരു ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചപ്പാത്തി വെച്ച് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കും. അതല്ലാതെ നമ്മളൊരു ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ 2 മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഫില്ലിങ് അതിൻ്റെ മുകളിൽ എല്ലായിടത്തും ആ സൈഡ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തിയും കൂടെ, ചപ്പാത്തി പരത്തിയെടുക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്നിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബൗൾ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് വളരെ വളരെ സോഫ്റ്റായിട്ട് പ്രഷർ കൊടുക്കാതെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെയും നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
ഇച്ചിരി പൊടി വേണമെങ്കിൽ കൂടുതൽ പൊടി ആവി പോകണ്ട, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള പൊടി മാത്രം തൂക്കി കൊടുത്താൽ മതി. കൂടുതൽ പൊടിയൊന്നും നിങ്ങൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പൊടിയൊന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഓൾറെഡി പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത് മാത്രമല്ല, കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് വേവിച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. രണ്ട് ഭാഗവും ഒന്ന് നേരിയതായിട്ടൊന്ന് വെന്ത്, അതായത് ഒരു 20% ഒക്കെ ഒന്നായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഇട്ട് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ബട്ടറും നെയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടാം. ഞാനിപ്പോൾ ഇത് ലാസ്റ്റാണ് ഇതിൽ നെയ്യ് ചേർക്കുന്നത്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ബട്ടറോ നെയ്യോ ഒന്ന് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരൊക്കെ നന്നായിട്ട് ബട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് നെയ്യൊന്ന് ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇച്ചിരി കൂടുതലായി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നല്ല ഹെൽത്തി പൊറോട്ട റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. ചാനലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.